ഗ്രീക്ക് മിത്തോളജിയിൽ വളരെ സുന്ദരനായ ഒരു പുരുഷനെ പറ്റി പറയുന്നുണ്ട്. ഇവനെ ആര് കണ്ടാലും ദേ അഡോർഡ് ഹിസ് ബ്യൂട്ടി. പക്ഷെ ആരപ്രോച്ച് ചെയ്താലും ഇങ്ങോട്ട് കിട്ടുന്ന സ്നേഹം ഇവൻ തിരിച്ചു കൊടുക്കില്ല. എല്ലാവരിൽ നിന്നും അകന്ന് ഒരു സോർട്ട് ഓഫ് കോൾഡ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഒരു ദിവസം ഇവൻ ഒഴുക്കില്ലാത്ത വെള്ളമുള്ള ഒരു കുളത്തിൽ ആദ്യമായി അവൻ്റെ തന്നെ റിഫ്ലക്ഷൻ കാണാനിടയായി. അവൻ്റെ തന്നെ റിഫ്ലക്ഷൻ ആണെന്ന് മനസ്സിലാക്കാതെ ഹി ഫെൽ ഇൻ ലവ് വിത്ത് ദാറ്റ് ഇല്യൂഷൻ. മണിക്കൂറുകളോളം, ദിവസങ്ങളോളം അവൻ കണ്ണെടുക്കാതെ ആ റിഫ്ലക്ഷൻ നോക്കി നിന്ന് അവിടെ തന്നെ മരിച്ചു വീണു. ആ മരിച്ചു വീണ സ്ഥലത്ത് ഒരു പൂവും വിരിഞ്ഞത്രേ. ആ പൂവിന് ഇന്നും ഗ്രീക്ക് മിത്തോളജിയിലെ അവൻ്റെ പേരാണ് നമ്മൾ കൊടുത്തു വിളിക്കുന്നത്, വിച്ച് ഇസ് നാർസിസസ്. ഈ കഥയിൽ നിന്നുമാണ് സഹാനുഭൂതി പ്രകടിപ്പിക്കാത്ത, അമിതമായ അറ്റൻഷനും പ്രശംസയും ആഗ്രഹിക്കുന്ന, സ്വാർത്ഥ താല്പര്യമുള്ള വ്യക്തിത്വ പെരുമാറ്റ രീതിക്ക് നാർസിസം എന്ന പേര് കിട്ടിയത്. ഇമാജിൻ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരുടെ ഒരു ഗ്രൂപ്പ്. എല്ലാവരും മനുഷ്യർ, അത്രേ ഉള്ളൂ, വേറെ വേർതിരിവൊന്നുമില്ല ആ ഗ്രൂപ്പിൽ. ഇവർ ഗ്രൂപ്പായിട്ടാണ് ഓരോ ഫീൽഡും അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം ഗ്രൂപ്പിലെ സൈ എന്നൊരാൾ പറഞ്ഞു, ഈ ഒരു ഫീൽഡിലെ പണി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരിടത്ത് നിന്ന് സമയം കളയണ്ട, നിങ്ങൾ വേറെ ഫീൽഡിൽ പൊക്കോ, ഇത് ഞാൻ നോക്കിക്കോളാന്ന്. ആൻഡ് സൈ പറഞ്ഞതുപോലെ ആ ഫീൽഡിലെ പണി ഒറ്റയ്ക്ക് ഭംഗിയായിട്ട് ചെയ്തു. സൈക്ക് അവൻ്റെ ആരോഗ്യം, അവൻ്റെ ടെക്നിക്സിലൊക്കെയുള്ള കോൺഫിഡൻസിലാണ് കൂടെ ഉള്ളവരോട് ഇത് പറഞ്ഞത്. ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്, എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടതുകൊണ്ട് സൈ ഒരു നാർസിസിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് മനുഷ്യർക്ക് ഉണ്ടാവില്ലായിരുന്നു. നമ്മളിന്ന് ലുക്കപ്പ് ചെയ്യുന്ന, നല്ലൊരു നാളേക്ക് വേണ്ടി പല കോൺട്രിബ്യൂഷൻസും ചെയ്ത റൂളേഴ്സും പൊളിറ്റിക്കൽ ലീഡേഴ്സും സയൻറ്റിസ്റ്റുകളും ആർട്ടിസ്റ്റുകളും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. സോ നാർസിസം എന്ന് കേൾക്കുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള സാഡിസ്റ്റിക് രീതിയാണെന്ന് ആദ്യമേ കരുതരുത്. നാർസിസം അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് ട്രീറ്റ് ഒരു സ്പെക്ട്രമാണ്. സെൽഫ് ഇമ്പോർട്ടൻസ്, അംബിഷൻ, പ്രൈഡ്, ഇതുപോലുള്ള ട്രീറ്റുകൾ ഹെൽത്തി ആയിട്ടാണെങ്കിൽ നമ്മളെ ഒരുപാട് സഹായിക്കുന്നവയാണ്. എസ്പെഷ്യലി ഇഫ് യു ആർ നോട്ട് ഹാപ്പി അറൌണ്ട് സർട്ടൻ സിറ്റുവേഷൻസ് ആൻഡ് പീപ്പിൾ. നിങ്ങളെ മോശമായി ട്രീറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യിക്കുന്ന, പറ്റിക്കുന്ന, കള്ളം പറയുന്ന, ത്രെറ്റൻ ചെയ്യുന്ന, ഹേർട്ട് ചെയ്യുന്ന, തോറ്റുപോയി എന്ന് കരുതുന്ന സാഹചര്യത്തിലൊക്കെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും, നിങ്ങൾ അർഹിക്കുന്നത് ചോദിച്ചു വാങ്ങാനും, അർഹിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോവാനും, നിങ്ങളുടെ കേപ്പബിലിറ്റീസിൽ വിശ്വസിക്കാനും നാർസിസിസ്റ്റിക് ആയിട്ട് കരുതുന്ന സെൽഫ് ഇമ്പോർട്ടൻസ്, പ്രൈഡ് പോലുള്ള ട്രേറ്റുകൾ നമ്മളെ സഹായിക്കും. അപ്പോൾ എപ്പോഴാണ് ഇത് അൺഹെൽത്തി ആവുന്നത്? എന്തൊക്കെയാണ് അൺഹെൽത്തി ആയിട്ടുള്ള നാർസിസിസ്റ്റിക് ട്രേറ്റുകൾ? അത് പറയാൻ ഞാൻ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നാർസിസം ഇൻട്രൊഡ്യൂസ് ചെയ്യാം ടു മേക്ക് ദ ടോപ്പിക് മോർ റിലേറ്റബിൾ. നമ്പർ 1, സെറിബ്രൽ നാർസിസം. സെറിബ്രൽ നാർസിസിസ്റ്റുകൾ അവരുടെ ബുദ്ധിശക്തിയെ അവരുടെ ഡിഫൈനിങ് ട്രേറ്റ് ആയിട്ട് കാണും. അവർ ഇൻ്റലിജൻസിന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കും. അപ്പം തോന്നും, അതിനിപ്പോൾ എന്താ, ഇൻ്റലിജൻസ് അല്ലേ? ഒരു ഗ്രൂപ്പിൽ ഒരാൾ എന്തെങ്കിലും ഒരു പുതിയ ടോപ്പിക്ക് പറയണമെന്ന് വെച്ച് വരികയാണ്. ലെറ്റ്സ് സേ അബൌട്ട് പെബിൾസ്. പെബിളിൻ്റെ പെബ് കേൾക്കുമ്പോൾ തന്നെ സെറിബ്രൽ നാർസിസം ഉള്ളവർ പെട്ടെന്ന് തന്നെ അങ്ങ് തുടങ്ങും അബൌട്ട് പെബിൾസ്. പെബിൾസിൻ്റെ നിറങ്ങളും, ഇവർ മ്യൂസിയത്തിൽ വെച്ച് കണ്ട പെബിൾസും, ഇത്ര വയസ്സിൽ ബീച്ചിൽ പോയപ്പോൾ കണ്ട പെബിൾസും, അവർ വായിച്ച പെബിൾസിൻ്റെ കഥകളും എല്ലാം ഒന്നൊന്നായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും പറഞ്ഞ് പെബിൾസിനെ പറ്റി ഇവർക്കറിയാവുന്ന മാക്സിമം സംഭവങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരിലെത്തിക്കും. അറിവ് ഷെയർ ചെയ്തു എന്നതിലല്ല പ്രശ്നം. ഈ പെബിളിനെ പറ്റി കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വന്ന ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദാറ്റ്സ് ദ ഇഷ്യൂ, ലാക്ക് ഓഫ് എംപതി ഓർ ഇമോഷണൽ ഡെപ്ത്. പെബിളല്ല, എന്തൊരു വലിയ ടോപ്പിക് ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മുടെ ഒരു ഇൻ്റലക്ച്വൽ ഇൻപുട്ടോ ലോജിക്കോ സജഷൻസോ അഡ്വൈസോ ഒന്നും നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടായിരിക്കും. ചിലപ്പോൾ സൈലൻ്റ് ആയിട്ട് കൂടിരുന്നാൽ മതിയാവും, പറയുന്നത് കേട്ടാൽ മതിയാവും. അതുപോലുള്ള സിറ്റുവേഷൻസ് മനസ്സിലാക്കി ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കാൻ നാർസിസിസ്റ്റുകൾക്ക് പാടായിരിക്കും. ബിക്കോസ് ദേ ലാക്ക് എംപതി. നമ്പർ 2, ബിനൈൻ നാർസിസിസം. ഇതങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള ടൈപ്പൊന്നും അല്ല, പക്ഷേ ടു ബി ഓണസ്റ്റ് ദേ ആർ അനോയിങ് ആൻഡ് ദേ ആർ വെരി ട്രിക്കി. ചോരയൊന്നും പൊടിയാതെ ചിരിച്ചോണ്ട് കഴുത്തറക്കുക എന്ന് പറയില്ലേ, ഏതാണ്ട് ആ ഒരു രീതിയാണ് അവർക്ക്. മറ്റുള്ളവർ ചെയ്യുമ്പോൾ ക്രൂവലായി തോന്നുന്ന പലതും ഈ ടൈപ്പ് ഓഫ് നാർസിസിസം ഉള്ളവർ ചെയ്യുമ്പോൾ നമുക്ക് ക്ലംസി ആയിട്ട് തോന്നും. മറ്റുള്ളവർ ചെയ്യുമ്പോൾ അറ്റൻഷൻ സീക്കിങ്ങോ മാനിപ്പുലേഷനോ ആയി തോന്നുന്നത് ഇവർ ചെയ്യുമ്പോൾ ഇമ്മച്യോർ ആയിട്ട് തോന്നും. അങ്ങനെ പറയാൻ കാരണം ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അറ്റൻഷൻ അവരിലേക്ക് മാറ്റുക എന്നാണ്. ഇപ്പം നിങ്ങൾ ഒരു വിജയം ആഘോഷിക്കുമ്പോൾ അവർ പെട്ടെന്ന് ആ വിഷയം ഈസി ആയിട്ട് മാറ്റിയേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തെ
അവരിനി ചെയ്യാൻ പോകുന്നതോ ചെയ്യാൻ ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളതോ ആയ ഏതെങ്കിലും കാര്യത്തിലോട്ടാക്കി കോൺവെർസേഷൻ മാറ്റാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നിങ്ങളെയോ നിങ്ങളുടെ ആക്ഷൻസിനെയോ ബിലിറ്റിൽ ചെയ്യുന്ന പോലെ സംസാരം മാറ്റും. ഉദാഹരണമായി, ലെറ്റ്സ് സേ നിങ്ങൾ പോലീസ് ടെസ്റ്റ് പാസ്സായി, അതിൻ്റെ ചെറിയൊരു സംസാരം നടക്കുകയാണ്. പീപ്പിൾ ആർ പ്രൈസിങ് യു. ഇവരാദ്യം എല്ലാം കേട്ടിരിക്കും, എന്നിട്ട് പതുക്കെ പതുക്കെ കോൺവെർസേഷൻ സെൽഫ് സെൻറ്റേർഡ് ആക്കും. ഞാനും ഇത് ചെയ്യണം എന്ന് വിചാരിച്ചതാ, പിന്നപ്പോഴാ അതിനേക്കാൾ നല്ലത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് മനസ്സിലായത്. സോ ഇത് ചൂസ് ചെയ്തു. ശ്രമിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ, പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചതാ. പിന്നെ പോലീസുകാരല്ലേ, എപ്പോഴാ എങ്ങനെയാ മരിക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. പിന്നെ പോലീസുകാരാണെങ്കിൽ മൊത്തം അഴിമതിക്കാരാണെന്നാണ് പത്രത്തിലൊക്കെ വരുന്നത്. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങി റീസെന്റ് ആയിട്ട് നടന്ന പോലീസുകാർ ഇൻവോൾവ് ആയ എന്ത് ഇൻജസ്റ്റിസും ഓർത്തെടുത്ത് പറയും. വാ തോരാതെ പറഞ്ഞ് നിങ്ങളെ അങ്ങ് തളർത്തും. ദ തിങ് ഈസ്, ചിരിച്ചോണ്ട് തളർത്തും. അതാണ് ബിനായ് നാർസിസിസ്റ്റുകൾ. ഇതിന്റെ ബേസ് തിങ് ഒബ്വിയസ്ലി ഈസ് എൻവി, അസൂയ. പക്ഷേ ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു എവിഡൻസും ഇല്ലാതെ മറ്റുള്ളവർക്ക് ഇവരോട് അസൂയയാണെന്ന് ഇവരങ്ങ് കരുതിക്കളയും. ഇപ്പം പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഇത് കേട്ടിരുന്നിട്ട് നിങ്ങൾ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഇവരുടെ സംസാരം ഇഷ്ടപ്പെടാതെ റിയാക്ട് ചെയ്തു എന്ന് വെക്ക്. ദേ വിൽ ടേക്ക് ഇറ്റ് വെരി പേഴ്സണലി. നിങ്ങൾക്ക് അഹങ്കാരമാണ്, ഞാൻ നല്ലത് ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു, ആ രീതിയിലോട്ട് മാറ്റും. ആൻഡ് ദേ വിൽ ക്രൈ ആൻഡ് ഗോസിപ്പ് അബൌട്ട് ഇറ്റ്. അതാ പറഞ്ഞത്, ദേ ആർ വെരി ട്രിക്കി. അതുകൊണ്ട് തന്നെ ക്രൂവൽ ആൻഡ് മെലീഷ്യസിന് പകരം ക്ലംസി ആൻഡ് ഇമ്മച്ചുവർ ആയിട്ടേ ഇവരെ കാണുന്നവർക്ക് തോന്നുള്ളൂ. പക്ഷേ ശരിക്കും they are envious of others or believe that others are envious of them. Number 3, sexual and somatic narcissism. രണ്ടും രണ്ടാണ്, പക്ഷെ ഞാൻ ഒന്നിച്ചാക്കി. These people, they want to be envied. അവരുടെ ഡിഫൈനിങ് ട്രേറ്റ് എന്ന് പറയുന്നത് പവർ, ബ്യൂട്ടി, സക്സസ്. ഈ സൊമാറ്റിക് നാർസിസിസ്റ്റുകളെ സംബന്ധിച്ച് അവരുടെ ബോഡിയാണ് എല്ലാം. ആൻഡ് ഡെഫിനറ്റ്ലി നോട്ട് ഇൻ എ ഹെൽത്തി വേ, ആൻഡ് ദേ ക്യാൻ ബി ദ ബിഗ്ഗസ്റ്റ് ബുള്ളീസ്. ഫിറ്റ്നസ്, ബ്യൂട്ടി റുട്ടീൻ, ഈവൻ സർജറി ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിലും അവരവരുടെ ബോഡി സെറ്റാക്കും. എന്നിട്ട് അതിന് വാല്യൂ കൊടുത്തിട്ടാവും അവർ ബിഹേവ് ചെയ്യുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യും. പെട്ടെന്ന് പെണ്ണ് കിട്ടും. ഞാൻ ഇത്ര പൈസ ഉണ്ടാക്കുന്നത് കൊണ്ട് ആരും എന്നെ എതിർത്ത് പറയില്ല. ക്യൂട്ടായതുകൊണ്ട് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാമ്പറിങ് കിട്ടും. ഇറ്റ്സ് ദാറ്റ് സോർട്ട് ഓഫ് തിങ്കിങ്, ഓൾ അബൌട്ട് വാലിഡേഷൻ. ഇനി സെക്ഷൽ നാർസിസിസ്റ്റുകൾക്ക് ദേ വാണ്ട് ദം ടു ബി ദ ബെസ്റ്റ് ഇൻ ബെഡ്. സെക്സ് എന്ന് പറയുന്നത് അവർക്ക് ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ ആയ ഒരു സംഭവമല്ല. അവരുടെ കൺട്രോള്, ഡോമിനൻസി, ബ്യൂട്ടി, സക്സസ് ഇതൊക്കെ വാലിഡേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അവരുടെ എക്സിനെ പറ്റിയോ എക്സുമായി നടന്ന കാര്യങ്ങളോ അവരുടെ ചില ടെക്നിക്കുകളോ സ്റ്റാമിനയോ ഒക്കെ ഇവർ പറഞ്ഞെന്നിരിക്കും. ഈ രണ്ടു കൂട്ടർക്കും അവരുടെ ബോഡിയിലും സക്സസ്സിലും എത്ര എക്സസ് ഉണ്ടായിരുന്നു, എത്ര ഈസി ആയിട്ട് ആൾക്കാർ എന്നോട് എസ് പറയുന്നു എന്നതിലൊക്കെ പ്രൈഡ് ഉള്ളതുകൊണ്ട് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് നിങ്ങളെ ഗോസ്റ്റ് ചെയ്യാൻ പറ്റും. കമ്പാഷൻ ഉണ്ടാവില്ല. നിങ്ങളുമായിട്ട് വഴക്കിട്ടാൽ ഈഗോ ഫീഡ് ചെയ്യാൻ വേണ്ടി ചീറ്റ് ചെയ്യാം. കാരണം ഫോർ ദം ഈസി ആയിട്ട് അവർക്കെല്ലാം കിട്ടും. ദേ ആർ ദ ബെസ്റ്റ് എന്ന വാലിഡേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ദേ ആർ പ്രീഒക്യുപ്പൈഡ് വിത്ത് പവർ, ബ്യൂട്ടി ഓർ സക്സസ്. നമ്പർ 4, കമ്മ്യൂണൽ നാർസിസിസം. ഇതുവരെ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ചാരിറ്റബിൾ എന്ന് തോന്നിക്കുന്ന ഒരു വിഭാഗമാണ് കമ്മ്യൂണൽ നാർസിസിസ്റ്റുകൾ. ഇവർ എംപതി കാണിക്കും, ഹെൽപ്പ് ചെയ്യും, കേട്ടിരിക്കും, അഡ്വൈസ് ചെയ്യും, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ നന്ദി ഉണ്ടാവണം എന്ന പ്രതീക്ഷ വെക്കും. അവർ മോറലി ശരിയാണ്, നല്ലവരാണ്, എൻലൈറ്റൻഡ് ആണ് എന്നൊക്കെയുള്ള ബോധമുള്ളതുകൊണ്ട് ദേ തിങ്ക് ദേ ഡിസേർവ് റെക്കഗ്നിഷൻ, ലവ്, റെസ്പെക്ട് എക്സെട്ര. ഇൻ അതർ വേർഡ്സ്, അവർ എൻറ്റൈറ്റിൽഡ് ആണ്. ഞാൻ അവനെ, അവളെ ഓർ അവരെ സഹായിച്ചിട്ടുണ്ട്, ഞാൻ നല്ല ആളാണ്, സോ അവരെന്നെ ബഹുമാനിക്കും, എന്നെ വിളിക്കും, എന്നും എല്ലാ കാര്യത്തിലും എൻ്റെ അഭിപ്രായം ചോദിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യും. ഇതെപ്പോൾ ടോക്സിക് ആകുമെന്ന് വെച്ചാൽ നിങ്ങൾ അവർക്ക് കൊടുത്ത സ്ഥാനം റീപ്ലേസ് ചെയ്യുന്നതോ കുറയുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയാണോ തിരിച്ചു കാണിക്കേണ്ടത് എന്ന് ഗീറ്റടിപ്പിക്കും. നമ്പർ 5, ജനറേഷണൽ ഓർ കൾച്ചറൽ നാർസിസിസം. ഒരു വ്യക്തി തൻ്റെ കുടുംബം, വർഗം, ജാതി, വംശം അല്ലെങ്കിൽ സമൂഹം എന്നിവ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സവിശേഷമാണെന്ന് വിശ്വസിക്കുന്ന നാർസിസിസമാണ് ജനറേഷണൽ ഓർ കൾച്ചറൽ നാർസിസിസം. ഇത് പാരമ്പര്യമായി കുടുംബങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സാമൂഹിക ഗ്രൂപ്പുകളോ സാഹചര്യങ്ങളിലോ നിന്നോ കിട്ടുന്നതാണ്. ഇറ്റ്സ് നോട്ട് സോൾലി ബിക്കോസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇതിൽ നിന്നുമാണ് മനുഷ്യർക്കിടയിൽ വർഗീയത, വംശീയത, ജാതീയത എന്നിവ ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ളവർ കുലം, ഗോത്രം, നിറം, സ്വത്ത്, ആരാധിക്കുന്ന ദൈവം ഒക്കെ നോക്കിയേ ആൾക്കാരോട് ഇടപെടുള്ളൂ, അടുക്കുള്ളൂ, ബൗണ്ടറീസ് വെക്കുള്ളൂ. ഇൻ അതർ വേർഡ്സ്,
They can only be associated with people who they think are special or high status. Number 6. Grandiose narcissism. ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന ടൈപ്പ് ഓഫ് നാർസിസം. മറ്റുള്ളവരെക്കാൾ എല്ലാ കാര്യത്തിലും ശ്രേഷ്ഠരാണെന്നും അവർ ചെയ്യുന്ന പ്രവർത്തികളാണ് മറ്റുള്ളവരുടേതിനേക്കാൾ കൂടുതൽ വിലപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. തുടക്കത്തിൽ സൈഡ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതിൽ സൈക്ക് പെട്ടെന്ന് പണി തീർത്ത് ലെറ്റ്സ് മൂവ് ഫോർവേഡ് ടുഗെദർ എന്ന ചിന്താഗതിയായിരുന്നു. ഗ്രാൻഡിയോയിസ് നാർസിസിസ്റ്റുകൾ അങ്ങനെയല്ല. അവർക്ക് ബെസ്റ്റ് ആവണം, അതെല്ലാവരും അറിയണം, അവർക്കാണ് കൂടുതൽ അറ്റൻഷൻ കിട്ടേണ്ടത് എന്ന ചിന്തയായിരിക്കും അവർക്ക്. പലപ്പോഴും അവരുടെ കഴിവുകൾ, ബുദ്ധിശക്തി അല്ലെങ്കിൽ സൗന്ദര്യം എന്നിവയെ ഇവർ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. എന്നിട്ട് അത് ഉറപ്പുവരുത്താൻ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നെ കാണാൻ ഭംഗിയുണ്ടല്ലേ, എൻ്റെ ഉടുപ്പ് കൊള്ളാമല്ലേ, എനിക്കല്ലേ ഇത് കുറച്ചുകൂടി ചേരുന്നത്, ഞാൻ ചെയ്തതല്ലേ കുറച്ചുകൂടി നല്ലത്. ഇങ്ങനെ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ഉണ്ടാവും. എസ്പെഷ്യലി വേറെ ഒരാൾക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ട് ഓർ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ദേ ആർ ഓൾ അബൌട്ട് ദംസെൽവ്സ്. ഒരാൾ വളരെ ബുദ്ധിമുട്ടി പണിയെടുക്കുന്നത് കണ്ടാൽ ഒന്ന് പോയി സഹായിക്കാൻ ഇവർക്ക് മനസ്സുണ്ടായി എന്ന് വരില്ല. കാരണം ദേ ആർ സുപ്പീരിയർ എന്ന ചിന്തയായിരിക്കും ഇവർക്ക്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വില കുറച്ച് കാണാനുള്ള പ്രവണത ഇവർക്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ക്രിറ്റിസിസംസ് ഫേസ് ചെയ്യാനും ഇവർക്ക് വലിയ പാടായിരിക്കും. അതുകൊണ്ട് ഇവരെ ന്യായീകരിക്കാനായി ഓരോ റീസണും ഇവർ നോക്കിയിരിക്കും. നേരത്തെ തന്നെ റീസണുകളും ന്യായീകരണങ്ങളും കണ്ടുവെക്കുന്നതുകൊണ്ട് അവർക്ക് അക്കൗണ്ടബിലിറ്റിയും ഉണ്ടാവില്ല. അവരുടെ തെറ്റുകൊണ്ടാണ് ഇമോഷണലി ഒരാൾ വിഷമിക്കുന്നതെന്നോ ഫിസിക്കലി ഒരാൾ ബുദ്ധിമുട്ടുന്നതെന്നോ ഒന്നും അവർ ചിന്തിക്കില്ല. ഇനി ഇവരുടെ ഈ സ്വഭാവത്തിന് ആരെങ്കിലും ചലഞ്ച് ചെയ്താൽ ഭയങ്കരമായിട്ട് ഇവർ റിയാക്ട് ചെയ്യും. കോമൺ ആയിട്ട് ഇവർക്കിടയിലാണ് നാർസിസിസ്റ്റിക് റേജ് കണ്ടുവരുന്നത്. മറ്റൊരാൾക്ക് അറ്റൻഷൻ കിട്ടിയാൽ ഇവർ മുഖം വെറുപ്പിച്ചിരുന്ന് കളയും, മോശമായിട്ട് ബിഹേവ് ചെയ്യും, പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം എന്നൊക്കെ പറഞ്ഞെന്നിരിക്കും. നിങ്ങളെ ഒരാൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരോടെല്ലാം പോയി നിങ്ങളുടെ ഇൻസെക്യൂരിറ്റികളെക്കുറിച്ചോ നിങ്ങൾ പണ്ട് ചെയ്ത തെറ്റുകളോ ചിലപ്പോൾ നിങ്ങളെപ്പറ്റി ഇല്ലാത്ത കള്ളം വരെ പറഞ്ഞെന്നിരിക്കും. കാരണം എല്ലാവരുടെയും മുമ്പിൽ അവർ ബെസ്റ്റാണ് എന്നുള്ള വാലിഡേഷൻ അവർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അവരുടെ സെൽഫ് എസ്റ്റീമിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. നമ്പർ 7. വൾണറബിൾ നാർസിസം. നേരത്തേത് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ ഇൻ മൈ ഒപ്പീനിയൻ എല്ലാവരിലും ഉള്ളതാണ് ഈ ടൈപ്പ്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് കൈൻഡ്സ്. വളരെ സെൽഫ് കോൺഷ്യസ് ആയ, ഇൻസെക്യൂരിറ്റികൾ കൊണ്ട് നിറഞ്ഞ, റിജക്ഷനോ തോൽവിയോ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത നാർസിസിസ്റ്റുകളാണ് ഇവർ. ഇവരുടെ കൂടെ ഉള്ളവർ, എസ്പെഷ്യലി റിലേഷൻഷിപ്പ്, മാരേജ്, ക്ലോസ് ഫ്രണ്ട്സ്, ഈ സർക്കിൾ ഉള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ ഈ നാർസിസിസ്റ്റുകളിൽ നിന്നും സഫർ ചെയ്യുന്നത്. ഐ ടെൽ യു വൈ ഇൻ എ സെക്കൻഡ്. ഒരു അഡൾട്ടിന് ഈ സ്വഭാവം പലപ്പോഴും അവർ വളർന്നു വന്ന സാഹചര്യത്തിലെ ട്രോമയിൽ നിന്നോ ബുള്ളിയിങ്ങിൽ നിന്നോ കളിയാക്കലുകളിൽ നിന്നോ ഒക്കെ വരുന്നതാവാം. ഇവർ ചെറിയ പ്രായത്തിൽ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടവരാവാം, ഇമോഷണലി നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടവരാവാം. ഇൻസെക്യൂരിറ്റീസിൽ നിന്നും ഉണ്ടായ വിഷമം ആരും കേൾക്കാനോ അത് നിന്റെ പ്രശ്നമല്ല എന്ന് ആരും പറഞ്ഞ് സമാധാനിപ്പിക്കാത്തവരുമായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നതോ വളർന്നതോ ആയ അവരിലുള്ള കോൺഫിഡൻസ് ഭയങ്കര കുറവായിരിക്കും. ഇതനുസരിച്ച് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുന്നത് പല രീതിയിലായിരിക്കും. ഏറ്റവും കോമൺ ആയിട്ട് ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കോൺഫിഡൻ്റ് ആണ്, ഇൻസെക്യൂർ അല്ല എന്ന് കാണിക്കാൻ മാക്സിമം അവരുടെ കഴിവിൻ്റെ പരമാവധി നോക്കും. പക്ഷേ ഹാർഡസ്റ്റ് തിങ് ഈസ്, ഒരു വ്യക്തി നന്നാവണം എന്ന് വെച്ചാലും മറന്നുപോയതൊക്കെ ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ ചുറ്റിലും ഉണ്ടാവും. അപ്പോൾ ഹൈഡ് ചെയ്യുക എന്ന ഓപ്ഷൻ എല്ലാവരിലും വർക്കായി എന്ന് വരില്ല. ആ സ്റ്റേജിലും ഒന്നും റിസോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹൈഡിങ് മാറി ദേ വിൽ സ്റ്റാർട്ട് വിക്ടിമൈസിങ്. അവിടെയാണ് അവർ കൂടെ ഉള്ളവരെ ഡ്രെയിൻ ചെയ്യിക്കുന്നത്. ഇവർ എല്ലാവരോടും ഇൻസെക്യൂരിറ്റീസിനെ പറ്റിയോ ഇവരുടെ ട്രോമയെ പറ്റിയോ പറയാറില്ല. വളരെ ക്ലോസ് ആയ, അവരെ ജഡ്ജ് ചെയ്യില്ലെന്ന് ഉറപ്പുള്ളവരോടെ പറയാറുള്ളൂ. പക്ഷേ മൂവ് ഓൺ ചെയ്യാൻ അവർ റെഡി അല്ലാത്തടത്തോളം കാലം ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്ന ആള് എന്തൊക്കെ പറഞ്ഞാലും, എത്ര റീഅഷുറൻസ് കൊടുത്താലും, എത്ര ടൈം എടുത്താലും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്ക് ഒന്നും തികയാത്ത പോലെ തോന്നും. ഞാൻ ഇങ്ങനെ ആയത് എൻ്റെ പാസ്റ്റ് ട്രോമ കാരണമാണെന്നുള്ളത് കോൺസ്റ്റൻ്റ്ലി റിമൈൻഡ് ചെയ്യിക്കും. അത് എക്സ്ക്യൂസായിട്ട് പലതിനും ഉപയോഗിക്കും. അവരുടെ ഇൻസെക്യൂരിറ്റീസ് ട്രിഗർ ആകുമ്പോൾ അത് പറയാൻ നിങ്ങളുടെ അടുത്ത് ഓടി വരും. മണിക്കൂറുകളോളം നിങ്ങൾ അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ടതായും വരും. സ്നേഹത്തിൻ്റെ പുറത്ത് കൊടുക്കണ്ട എന്നല്ല, പക്ഷേ കണ്ടിന്യൂസ്ലി ഇത് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, അയാളുടെ ബ്രെയിനിന് എന്തുമാത്രം ലാഗായിരിക്കും. ഇനി ഈ വൾണറബിൾ നാർസിസ്റ്റുകൾക്ക് എംപതിയും കൂടെ ഇല്ലെങ്കിൽ അവരുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ഡെപ്ത് തോന്നില്ല. മോസ്റ്റ്ലി അവരുടെ അപ്ഡേറ്റുകളും അവരെ റീഅഷ്യൂർ ചെയ്യുന്നതുമാവും കൂടുതൽ പറയാനുണ്ടാവുക. കേൾക്കുന്നവർക്ക് എനർജി ഡ്രെയിനായി കഴിയുമ്പം ഇവഞ്ച്വലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പോ
കുറച്ച് സമയം ബ്രേക്ക് എടുത്ത് വേറെന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകാനോ അല്ലെങ്കിൽ പുതിയ അഡ്വൈസ് എന്തെങ്കിലും കൊടുത്താലോ ഇവർ ഡിഫെൻസീവായനായിരിക്കും. സ്നേഹം കൊണ്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ അതവരെ ട്രിഗർ ചെയ്യിക്കും. നിനക്കും ഞാനൊരു ശല്യമായില്ലേ എന്ന ഗിൽറ്റ് ട്രിപ്പ്. ദാറ്റ്സ് വൈ കൂടെ ഉള്ളവരാവും ബുദ്ധിമുട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. ഈ സ്റ്റേജിലും ഒന്നും റിസോൾവ് ആയില്ലെങ്കിൽ ഇറ്റ് മേ കം ടു എ പോയിന്റ് ഇവരുടെ ഇൻസെക്യൂരിറ്റീസിൽ അങ്ങ് യൂസ്ഡായി പോവും. പിന്നെ ഒരാൾ കോംപ്ലിമെൻ്റ് ചെയ്താൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയാവും. എക്സ്ട്രോവേർട്ടഡ് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കുറയും. അങ്ങനെ സഹിച്ച് വൾണറബിൾ നാർസിസിസ്റ്റുകൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഇൻറ്റൻസ് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ട്. നാർസിസിസ്റ്റിക് കൊലാപ്സ് എന്ന് പറയും. അതൊരു വ്യക്തിക്ക് എങ്ങനെയും സംഭവിക്കാം. ഈ കൊലാപ്സിന് ശേഷം സെൽഫ് എസ്റ്റീം ഇല്ലാതെയായി കംപ്ലീറ്റ്ലി എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കാം. അത് പിന്നെ ക്രോണിക് ലോൺലിനെസ്, ഡിപ്രഷൻ, ആൻസൈറ്റി, സെൽഫ് ഹാമിങ് ഇതിലോട്ടൊക്കെ പോകും. അല്ലെങ്കിൽ ലോകത്തോടും ചുറ്റുമുള്ളവരോടും അങ്ങ് വിരസത തോന്നും. ആൻഡ് ഇവൻച്വലി അത് ദേഷ്യമാവും. അൺഫെയർ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്തവരോട്, അതിപ്പം 5-ാമത്തെ വയസ്സിൽ കളിയാക്കി തുടങ്ങിയവരാണെങ്കിലും 50-ാമത്തെ വയസ്സിൽ ഹേർട്ട് ചെയ്യുന്ന ആളായാലും അവരോടൊക്കെ ഡീപ്ലി റൂട്ടഡ് ആയ ദേഷ്യവും റിവെഞ്ചും വരും. ആൻഡ് ദാറ്റ് ബ്രിങ്സ് us to the last type of narcissism, നമ്പർ 8, malignant narcissism. ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒക്കെ ഒരു മിക്സാണ് malignant നാർസിസിസ്റ്റുകൾ, മേക്കിംഗ് ദം ദി മോസ്റ്റ് ടോക്സിക് ആൻഡ് ഡേഞ്ചറസ് വൺ. ഇവരുടെ കോർ ട്രേറ്റ് ആണ് മാനിപ്പുലേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, അഗ്രഷൻ. ദേ വിൽ മേക്ക് അവർ ലൈഫ് ഡിഫിക്കൾട്ട്. ബാക്കി ടൈപ്പുകൾ അറ്റൻഷൻ കിട്ടാനോ ഇൻസെക്യൂരിറ്റി കാരണമോ ഈഗോ കാരണമോ അസൂയ കാരണമോ ഒക്കെ ചെയ്യുന്നത് ഇവർ സ്ട്രാറ്റജിക്കായിട്ട് സ്വയലാഭത്തിന് വേണ്ടി ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് അഭിനയിച്ച് നിങ്ങളുടെ ഐഡിയാസും മോഷ്ടിക്കും. നിങ്ങളെ അവരുടെ വരുതിയിലാക്കാനായി നിങ്ങൾക്ക് നല്ല ഉപദേശമോ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവരുടെയോ ഒക്കെ അടുത്ത് നിന്ന് സ്ട്രാറ്റജിക്കായിട്ട് നിങ്ങളെ അകറ്റും. നിങ്ങളെ സ്വന്തമാക്കാനായി തുടക്കത്തിൽ സ്നേഹം വാരിക്കോരി തന്നിട്ട് സ്വന്തമായി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ടു പോവില്ലെന്ന് മനസ്സിലായാൽ ദേ വിൽ ട്രീറ്റ് യു വെരി ബാഡ്ലി. അവരെ കുറ്റപ്പെടുത്താതെ ഇരിക്കാനുള്ള ലൂപ്പ് ഹോൾസ് ആദ്യമേ ഉണ്ടാക്കിയിട്ട് ഇഗ്നോറൻ്റ് ആണെന്ന് ഭാവിച്ച് ഹോട്ട് ചെയ്യും. നിങ്ങൾ രണ്ടുപേർക്കിടയിൽ ഒരു വഴക്കുണ്ടായാൽ അവിടെ നിങ്ങളുടെ സമാധാനം കളയണം എന്ന ഉദ്ദേശത്തോടെ അസൂയ ഉണ്ടാക്കാൻ, കോമ്പറ്റീഷൻ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് മൂന്നാമതൊരു വ്യക്തിയെ വഴക്കിനിടയിൽ കൊണ്ടുവരും. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിനെ, നിങ്ങളുടെ സമനിലയെ, നിങ്ങളുടെ ഓർമ്മയെ ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കള്ളം പറയുകയും പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുകയും ചെയ്യും. ഇൻ അതർ വേർഡ്സ്, ഗോൾ ഓറിയൻറ്റഡ് മാനിപ്പുലേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കും ഇവർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് റിമോഴ്സ് ഉണ്ടാവില്ല എന്നാണ് ഒട്ടുമിക്ക പഠനങ്ങളിലും പറയുന്നത്. ഇവരെ ഡീൽ ചെയ്യാൻ ഏറ്റവും പാടെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ളത്, ഹേർട്ട് ചെയ്യാനുള്ളത്, എന്ത് ചെയ്താൽ നിങ്ങൾ തകരുമെന്നുള്ളത് നേരത്തെ സ്ട്രാറ്റജിക്കായിട്ട് നിങ്ങളോട് അടുക്കുന്ന സമയത്ത് ഇവർ അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചെന്ന് തോന്നിയാൽ, നിങ്ങൾ അവരിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കിയാൽ ഈ അറിഞ്ഞു വെച്ചതൊക്കെ ഉപയോഗിച്ച് നിങ്ങളെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഇടപെട്ട് തുടങ്ങുമ്പോൾ തന്നെ സ്വഭാവം മനസ്സിലായാൽ എത്രയും പെട്ടെന്ന് ബൗണ്ടറി സെറ്റാക്കേണ്ടവരാണ് മലിഗ്നന്റ് നാർസിസിസ്റ്റുകൾ. കാരണം ഇവർക്ക് നാർസിസിസ്റ്റിക് കൊലാപ്സ് ഉണ്ടാവുന്നത് മിക്കപ്പോഴും ഇവർ വിചാരിച്ച കാര്യം നടക്കാതെ വരുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇവരെ വിട്ടു പോകുമ്പോഴായിരിക്കും. അത് ചിലപ്പം അഗ്രസീവായിട്ടായിരിക്കും പുറത്തു വരിക, വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ഹേർട്ടിങ് യു ആൻഡ് യുവർ ലവ്ഡ് വൺസ്. ആൻഡ് ട്രസ്റ്റ് മീ, ദേ വിൽ എൻജോയ് ഇറ്റ്. ഇതാണ് പ്രധാനമായിട്ടുള്ള നാർസിസത്തിൻ്റെ ടൈപ്പുകൾ. ഇതിലൊന്നോ ഒന്നിലധികം ട്രേറ്റുകൾ ഒരാൾക്കുണ്ടാവാം. അങ്ങനെയുള്ളവരാവും ഞാനും നിങ്ങളും, ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവരും. ഇതിലേതെങ്കിലും 1-2 സ്വഭാവം ഉണ്ടെന്ന് വെച്ചിട്ട് ഒരാൾ ടോക്സിക് ആണെന്നല്ല അർത്ഥം. ദേ ആർ ജസ്റ്റ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ഒരാൾ റിയാക്ട് ചെയ്താലോ അഡ്വൈസ് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഗ്രോത്ത് ഉണ്ടാവുന്നതിനനുസരിച്ചോ നിങ്ങൾക്ക് കാര്യങ്ങളോ ആൾക്കാരെയോ മനസ്സിലാകുന്നതിനനുസരിച്ചോ മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പം എപ്പോഴാണ് ഇത് NPD ഓർ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആവുന്നത്? ഈ ഓരോ ടൈപ്പ് പറഞ്ഞപ്പോഴും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓരോ ട്രേറ്റുകൾ ഉണ്ടായിരുന്നു. ദീസ് ആർ ദി 9 സൈൻസ് ഓഫ് NPD. ഇതിലേതെങ്കിലും 5 എണ്ണമെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് പാറ്റേൺ പോലെ കാണിച്ച് ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആസ് ഇൻ സ്വയമേയോ മറ്റുള്ളവരെയോ ഹാം ചെയ്യുന്ന രീതിയിൽ ഫാമിലി ലൈഫ്, ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, വർക്ക് പ്ലേസ് ഇതിനൊക്കെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് NPD ഡയഗ്നോസ് ചെയ്യപ്പെടാം. ഇത് ഡയഗ്നോസ് ചെയ്താൽ ഇതിനായിട്ട് പ്രത്യേകിച്ച് മെഡിക്കേഷൻ ഒന്നും ഇല്ല എന്നാണ് ഞാൻ വായിച്ചത്. തെറപ്പിയാണ് മെയിൻ. ഈ സ്വഭാവത്തിൻ്റെ പാറ്റേൺ ഉണ്ടാവാൻ കാരണമായ ബാല്യകാല എക്സ്പീരിയൻസസിൽ തുടങ്ങി
ആ വ്യക്തി ചിന്തിക്കുന്ന രീതി, ബിഹേവ് ചെയ്യുന്ന രീതി, ക്രിറ്റിസിസം, ഫെയിലിയേഴ്സ്, ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനും റിസോൾവ് ചെയ്യാനും സഹായിക്കുന്ന പലതരം തെറപ്പികളാണ് കോർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. തുടക്കത്തിലെ സ്റ്റേജസിലാണെങ്കിൽ ഇത് മാറ്റാൻ വളരെ വളരെ ഈസിയാണ്. പക്ഷേ നാർസിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗേറ്റ് വേ പോലെയാണ്. ഇത് ട്രീറ്റ് ചെയ്യാതെ ഇരുന്നാൽ മറ്റ് പല സിവിയറായ സൈക്യാട്രിക്, പേഴ്സണാലിറ്റി, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിലോട്ട് ഈ ട്രെയ്റ്റുകൾക്ക് ഈസി ആയിട്ട് ഒരു വ്യക്തിയെ എത്തിക്കാൻ പറ്റും. എക്സ്ട്രീം കേസുകളിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉണ്ടാവാം. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാസ് മർഡറായ ഇലിയറ്റ് റോജറിൻ്റെ കേസ്. അതിനേക്കാൾ ഒരു അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾ ഇതിന് തരാനില്ല. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കാണണം. ഇറ്റ് ഈസ് വർത്ത് യുവർ 22 minutes. I'm such a magnificent guy. I'm beautiful. You can't deny that. Girls are not sexually attracted to me. There's a major problem with that. A major problem. That's a problem that I intend to rectify. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും സൈനെ പോലെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയ ഒരു സ്പീഷീസിൻ്റെ ഡിസെൻഡൻസ് ആയതുകൊണ്ട് നമ്മളെല്ലാവരിലും നാർസിസിസ്റ്റിക് ട്രീറ്റുകൾ ഉണ്ടാവും. ദേ ആർ പാർട്ട് ഓഫ് ബീയിങ് ഹ്യൂമൻ. ഇറ്റ് ഈസ് വിത്തിൻ അസ് ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ഇവോക്ക് ദം. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകുന്ന രീതി, അയാളുടെ സാഹചര്യങ്ങൾ, അയാൾക്ക് ചുറ്റുമുള്ളവരുടെ കൾച്ചറൽ പ്രാക്ടീസസ്, സോഷ്യൽ പ്രാക്ടീസസ് ഒക്കെ നാർസിസിസ്റ്റിക് ട്രീറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. കൂടുകയാണെന്ന് തോന്നിയാൽ റിഫ്ലക്റ്റ് ഓൺ ഇറ്റ്. അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് യു ആർ ഇൻ ദ റോങ് ആൻഡ് സ്ലോലി ചേഞ്ച് ദ ബിഹേവിയർ. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചിന്തിപ്പിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളെയും ആൾക്കാരെയും കൊണ്ട് ചുറ്റുപാടിനെ നിറയ്ക്കാൻ നോക്കുക. See you guys with another video. Until then, stay safe, stay kind.